ഇത് രണ്ടും ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് വാവ്, രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞ ഈ യെല്ലോ ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇത് ഈ ഒരു ഡ്രസ്സ് കാണാത്ത ഒരു ദിവസം പോലും ഇല്ല. ഭംഗിയായിട്ട് കാണാനാണെങ്കിലും ഇട്ട് നോക്കാനാണെങ്കിലും കളറാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വാവ്. ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത 2 കുർത്തി സെറ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു കുർത്തി സെറ്റ് കിട്ടാന്ന് പറയുന്നത് ബെറ്റർ ദാൻ ഓപ്ഷനാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ ഇതാണ് കുർത്തി സെറ്റ്. ഇത് രണ്ടും ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട്. ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ വന്നിട്ട് വാവ്, ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളറാണ്. വിസ്കോസ് മെറൂണിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് കോമ്പോയിലാണ് വരുന്നത്. ദെൻ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ടോപ്പ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും ദുപ്പട്ട ആണെങ്കിലും വാവ്. ഈ ടോപ്പ് വന്നിട്ട് ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പാണ്. മീഷോയിൽ ഒരുവിധം ഫ്ലെയർഡ് ടോപ്പ് ഓർഡർ ചെയ്യുമ്പോഴും വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഫ്ലെയർഡ് കാണത്തില്ല, മീൻസ് പ്ലെയിൻ ടോപ്പായിരിക്കും. ബട്ട് ദിസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനാണെങ്കിലും ഇട്ട് നോക്കാനാണെങ്കിലും കളറാണെങ്കിലും. ഓക്കെ, ഇതാണ് ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ഇത് ഈ ഒരു ഡ്രസ്സ് കാണാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് പറയാം. അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടത് നമുക്ക് കണ്ട് ഇഷ്ടം തോന്നൂലേ, അങ്ങനെ പറയാം. ഒരു യെല്ലോ, ഫ്ലോറൽ യെല്ലോ ആണ്. നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇത് കുറേ പേരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വാവ്. എന്തായാലും ഈ 2 ഡ്രസ്സ് ഞാനൊന്ന് വെയർ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ദെൻ ഓക്കെ, കമോൺ. ഇതാണ് ടോപ്പ് വന്നിട്ട്. ഇത് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ബാക്കിൽ പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ക്രാബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ വലിയ സൈസാണ് വാങ്ങിയത്. പിന്നെ അത് ഞാൻ സൈസിനനുസരിച്ച് റെഡിയാക്കലാണ്. വലിയ സൈസ് വാങ്ങുമ്പോൾ വീട്ടിൽ ഉമ്മ താത്ത അവർക്കൊക്കെ ഇടാൻ പറ്റും. അതാണ് വലിയ സൈസ് വാങ്ങുന്നത്. ദെൻ ഇതാണ് സ്ലീവ് വന്നിട്ട് ഒരു എന്താ പറയുക, റെഗുലർ ലെങ്ത് ആണ് സ്ലീവ് വന്നിട്ട്. റെഗുലർ സ്ലീവ് തന്നെയാണ്. പിന്നെ ഷോൾ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഭംഗിയുണ്ട്. ദെൻ ജസ്റ്റ് നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ഇയറിങ്സും പിന്നെ ഒരു വാച്ചൊക്കെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഓക്കെ പേളിൻ്റെ 2 ഇയറിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു പഴയ ലെതറിൻ്റെ ഒരു വാച്ച് ഉണ്ട്, അതൊരു യൂസ് ചെയ്യാം. ഗൈസ്, ഇങ്ങനെയാണ് ലുക്ക് വന്നിട്ട്. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു പേളിൻ്റെ ഇയറിങ്സും പിന്നെ കോളേജിൽ പോകുന്ന ടൈമിൽ യൂസ് ചെയ്ത ഒരു ലെതറിൻ്റെ വാച്ചും കൂടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഓക്കെ, നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇത് വന്നിട്ട്. ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, വലിക്കുമ്പോൾ ഒരു പേടിങ് പോകുന്നാലോ എന്ന്. എനിക്കൊന്നുകൂടെ അതിൻ്റെ ഈ ദുപ്പട്ടാണ് ഇഷ്ടപ്പെട്ടത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നല്ല ലെങ്ത്തും ഉണ്ട്, അത്യാവശ്യം വീതിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുട്ടാൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ലുക്ക് വന്നിട്ട് ഇതാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സെറ്റാണിത്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പോരാത്തിന് വേറെ എന്തെങ്കിലും ഒരു സിമ്പിൾ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെയർ ചെയ്യാം. ഓക്കെ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ദെൻ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഒന്നുകൂടെ ഇതിൻ്റെ നെക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വി ഷേപ്പിലാണ് നെക്ക് വന്നിട്ടുള്ളത്. പോരാത്തതിന് സ്ലീവ് ആണെങ്കിൽ റെഗുലർ സ്ലീവാണ്.
ലെങ്ത്തും അതുപോലെ തന്നെ റെഗുലർ ലെങ്ത്താണ് വന്നിട്ടുള്ളത്. നമുക്ക് ദുപ്പട്ട യൂസ് ചെയ്യാതെ ഇടുവാണെങ്കിൽ അത്രയും സിമ്പിൾ ലുക്ക് കിട്ടും. ദുപ്പട്ട യൂസ് ചെയ്യുമ്പോൾ സിമ്പിളാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒരു ഇച്ചിരി ഹെവി ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഈ ദുപ്പട്ടയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല പാറ്റേൺ. ഈ ഒരു യെല്ലോ ഫ്ലോറൽ പ്രിൻ്റ് ആയതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ ഭംഗിയെന്ന് തോന്നുന്നു. ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാച്ച് പിന്നെ ഒരു ഇയറിങ്സ് ഒന്ന് പെയർ ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പേളിൻ്റെ തന്നെ ഒരു റിങ് ഐറ്റംസ് ആണ്. ഓക്കെ, പേളിൻ്റെ തന്നെ റിങ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. അയ്യോ, ഓക്കെ, ഓക്കെ. വാച്ചായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബംഗിൾ വാച്ച് ഉണ്ട്, അതാണ്. ഇതെൻ്റെ അല്ല, താത്താൻ്റെയാണ്. റിങ് എൻ്റെതല്ല, അനിയത്തിയിലാണ്. ഈ ടോപ്പ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഉമ്മക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ്. ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് നമുക്കൊന്ന് കെട്ടി വെച്ച് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം. ജസ്റ്റ് സ്റ്റൈൽ ചെയ്തപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള വാച്ചും പിന്നെ ഒരു പേളിൻ്റെ റിംഗ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് യൂസ് ചെയ്തത്. നല്ല അടിപൊളി കുർത്തിയാണ്. ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഷോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ക്ലോത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു യെല്ലോ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മളിതൊന്ന് വെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സിമ്പിൾ ലുക്ക് കിട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ കുറേ പേര് ഇതിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു വാങ്ങണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കാണും ഓരോ ദിവസം, മീൻസ് ഇത് ഇട്ട് വരാത്തൊരു ദിവസം ഇല്ല. ആരായാലും ഒരാൾ ഇങ്ങനെ ഒരു പ്രിൻ്റുള്ള ഡ്രസ്സ് എന്തായാലും ഇട്ട് വരും. ക്ലോത്തിനാണെങ്കിലും ഈ പ്രിൻറ്റിലാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ജസ്റ്റ് ലുക്ക് ലൈക്ക് ദിസ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഓ മാഷാ അല്ലാഹ്. ദെൻ ഈ രണ്ട് ടോപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.